ശബരിമലയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പമ്പ സംഗമം സാംസ്കാരികോത്സവം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കും എന്നുള്ള വാർത്തയാണ് സനോജ് തരുന്നത്. പരിപാടി തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവനാണ് ഉദ്ഘാടനം ചെയ്യുക. സനോജ്, ഗുഡ് മോർണിംഗ്. ഏറെ നേരമായി കാത്തു നിൽക്കുന്നു. പ്രേക്ഷകരൊക്കെ രാവിലെ മുതൽ ചോദിച്ചിരുന്നു സുജുവും സനോജും എന്തിയെ എന്ന്, വിശേഷങ്ങൾ, വിവരം, അവരെ ആശംസകൾ ഒക്കെ അറിയിക്കണമെന്നും പറയുന്നുണ്ടായിരുന്നു. സനോജ്, എങ്ങനെയാണ് ഈ വാർത്തയുടെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, 2018 വരെ ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്നു വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ആചാരാനുഷ്ഠാനമായിരുന്നു പമ്പാ സംഗമം എന്ന് പറയപ്പെടുന്നത്. പമ്പാ സംഗമം 2018 പ്രളയമുണ്ടായതിനു ശേഷമാണ് പമ്പാ സംഗമം പിന്നീട് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം കോവിഡ് വരുന്നു. ആ ഒരു തുടർച്ച 2018 മുതൽ ഈ 2023 വരെ 24 വരെ പമ്പാ സംഗമം നടന്നിരുന്നില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് വീണ്ടും തുടങ്ങുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയാണ് ഈ തീർത്ഥാടന കാലത്തിനുള്ളത്. ഈ തീർത്ഥാടന കാലം മുതൽ പമ്പാ സംഗമം വീണ്ടും ആരംഭിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടിയാണ് ഈ ചടങ്ങുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക. മന്ത്രി വി.എൻ. വാസവൻ, ദേവസ്വം ബോർഡ് മന്ത്രി വി.എൻ. വാസവൻ ഈ പമ്പാ സംഗമം ഉദ്ഘാടനം ചെയ്യും. പമ്പയുടെ സാംസ്കാരികവും ശബരിമലയുടെ ചരിത്രവും ഒക്കെ വിളിച്ചോതുന്ന ഒരു സാംസ്കാരികോത്സവം എന്ന നിലയിൽ തന്നെയാണ് ഈ പമ്പാ സംഗമം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് 75 വർഷം പിന്നിടുകയാണ്. ഈ 75 വർഷത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് 75 മൺചിരാതുകൾ തെളിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ചടങ്ങിനെ സമ്പന്നമാക്കുന്നത്, ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി നടൻ ജയറാം കൂടി എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജയറാമിന്റെ മേളപ്പെരുമയോടുകൂടിയായിരിക്കും പരിപാടി നടക്കുക എന്നുള്ള ഒരു വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും പമ്പാ സംഗമം ഈ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ നടക്കുമ്പോൾ അത് ആഘോഷപൂർവ്വമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥാടക സംഘം എല്ലാവരും തന്നെ ഉള്ളത്. ഉച്ച മുതൽ ആരംഭിക്കും. ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. എന്തായാലും ഈ തീർത്ഥാടന കാലം വളരെ സന്തോഷകരവും ഒപ്പം തന്നെ സമാധാനപരവുമായിരുന്നു. യാതൊരു പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇട നൽകാത്ത ഒരു തീർത്ഥാടന കാലമാണ് കടന്നു പോകുന്നത്. ആ തീർത്ഥാടന കാലത്തിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ പമ്പാ സംഗമം കൂടി ഇത്തവണ നടക്കുന്നു എന്നുള്ളതാണ് ഈ തീർത്ഥാടന കാലത്തെ വ്യത്യസ്തമാക്കുന്നത്. പ്രിയ.